ഇപ്പൊ ഈ രണ്ട് വീലും നിങ്ങളുടെ തല ഇവിടെ മരിച്ചാലല്ലേ ഇപ്പൊ? ഇത് വീലല്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ? ആ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് നിങ്ങളല്ലേ? മാസ്റ്റർ ഉണ്ടോ? ഒരാഴ്ച കടന്ന് ഇടേണ്ടി വരും മിക്കവാറും പെടലേക്ക് പ്ലാസ്റ്റർ. മാസ്റ്റർ അല്ലെന്ന്, നിങ്ങൾ ഇവിടുത്തെ മെയിൻ മാസ്റ്റർ എവിടെ പോയി? ആ മെയിൻ മാസ്റ്റർ ഒന്ന് പുറത്തു പോയിരിക്കാം. പുറത്തു പോയാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉള്ള കാണണം. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നാ? ഒരു മാസം മുമ്പേ ഞാൻ ഇവിടെ വന്നാ. അപ്പൊ എനിക്ക് ഇത്രയും വയറുണ്ടായിരുന്നു. കുറഞ്ഞല്ലോ. ഇവിടെ എക്സസൈസ് ചെയ്താ? അല്ല, എനിക്ക് ഈ ജിമ്മിലൊന്നും വരാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ മാസ്റ്ററിനൊക്കെ പറഞ്ഞു, മാസ്റ്റർ എങ്ങനെയെങ്കിലും ഈ വയറൊന്ന് കുറച്ചെന്ന് പറഞ്ഞ്. കുറഞ്ഞല്ലോ. കുറഞ്ഞത് ഈ ഓയിൽമെന്റ് പെരട്ടിയാ മതി. ജിമ്മിൽ വരാൻ മടിയുള്ളവർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഓയിൽമെന്റാ ഇത്. പെരട്ടിയാ മതി, കുറഞ്ഞോളൂ. കുറഞ്ഞേ. ഇപ്പൊ അതല്ല വിഷയം. പിന്നെന്താ? ഇത് കണ്ടാ? അയ്യോ, ഇതിനെ തത്തക്കൂടാ. തത്തക്കൂടാ വയറ് ഇവിടെ ചാടി ചാടിയല്ലേ? ഇപ്പൊ വീട്ടിൽ ഞാൻ ഫാനിട്ട് കട്ടില് നേരെ കിടക്കുമ്പോഴേ ഇതിങ്ങനെ കിടന്ന് കറങ്ങുവാ. അയ്യോടാ, എന്ത് ചെയ്യും? ഒരു പരിപാടി ഉണ്ട്. ഇത് ആശാം തൊട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ടേ ഈ പിള്ളേർ ഇങ്ങനെ 3 പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിലൊരു 25 പ്രാവശ്യം കയറിയാ മതി. താഴെ ഒന്ന് ഇടിക്കുമ്പോ ഈ സാധനം പൊക്കോളൂ. അപ്പൊ ഇത് കുറഞ്ഞ് ഇവിടെ ഇങ്ങനെ ആവോ? അങ്ങനെ ആയത് ചിന്തയിട്ട് കുറയ്ക്കാവുന്നുള്ളത്. അത് മതിയല്ലേ? പിന്നെ ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്ന് എന്നെ പോലെ ഫിറ്റ്നസ് ആവണം. ഓക്കെ. ഇതൊക്കെ മെനക്കെട്ട പരിപാടിയാണ്. ബാക്കി കൂടെ പോകണ്ട, റിസ്ക് എടുത്തുള്ള പരിപാടിയാ. ഇതിലെ പോയാ. ഇതാണ് എന്റെ ജിന്ന. ജിന്നോ? ആര്? ഞാനാ? അല്ലെന്ന്, ഇതാണ് എന്റെ ജിമ്മെന്ന്. നല്ല രസമുണ്ട്. ഇതൊക്കെ കാണുമ്പോ നല്ല രസമാണ്. ഇതൊക്കെ എടുത്ത് പൊക്കി കഴിയുമ്പോ രസം പോവും, സാമ്പാറും പോവും, അവിയല് വരുത്തിനാവും. ഇതാണ് ജോമോൻ. ജോമോൻ ഇവിടുത്തെ മെയിൻ ഫിറ്റ്നസ് ട്രെയിനർ ഓഫ് ദ കണക്ഷൻ. പുള്ളിയാണ് ഈ ജിമ്മിന്റെ അസറ്റ്. ആസിഡോ? ആസിഡ് അല്ലെന്ന്, ഇതിന്റെ അസറ്റ്. നമ്മുടെ ജിമ്മിന് സാമ്പത്തികമായ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി തരുന്നത് ഇവനാണ്. ഈ പുള്ളി അങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരുന്നത്? ഈ സാമ്പത്തിക നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ തേച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരും, ജിമ്മാവും. അതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. ഈ പറഞ്ഞൊക്കെ അവിടെ നിൽക്കട്ടെ. ആശാനെ, എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ബോഡി ബിൽഡർ ആകണമെന്ന് എന്റെ ആഗ്രഹം. ഒരു ബോഡി ബിൽഡർ ആകണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നല്ലൊരു ബോഡി വേണം. എന്നിട്ട് ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ അവിടെ കൊണ്ട് തൂക്കിയിടണം. നിനക്കൊക്കെ പ്രാന്താണോടാ? എടാ, ശരിക്കും ഒരു ബോഡി ബിൽഡർ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ബോഡി ഉണ്ടാക്കണം. അതിനാണ് മെയിൻ ആയിട്ട് വേണ്ട. 10-15 കോഴീനെ വീട്ടിൽ വളർത്തണം. എന്ത് കാര്യത്തിന് കോഴീനെ വളർത്തണത്? ഡെയിലി 10 മുട്ടയുടെ വെള്ള കഴിക്കണം. അപ്പൊ മഞ്ഞയാ? മഞ്ഞ ഏതെങ്കിലും പട്ടിക്കോ. ആശാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ? ഇത് ആശാൻ പറഞ്ഞിട്ട് ഞാൻ 10 കോഴി മുട്ടയുടെ വെള്ളം ഡെയിലി കഴിക്കുമായിരുന്നു. ഇത് മഞ്ഞ പട്ടിക്ക് കൊടുത്തു. എന്നിട്ട് ആ പട്ടി കൊളസ്ട്രോൾ അടിച്ച് ചത്തുപോയി. അച്ഛക്ക് വന്ന് ചത്തോ? പിന്നെ ആശാന്റെ പേര് കേസ് കൊടുക്കണമെന്ന് ഓർത്താ. പിന്നെ ഇവിടെ ഫീസ് തരാതെ പഠിക്കണോണ്ടാണ് ഞാൻ. ശരി, നീ കുറെ നേരം ഈ എക്സസൈസിനെ കുറിച്ച് എന്തെങ്കിലും നല്ല അഭിപ്രായം. എക്സസൈസ് എന്താണ്? നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് കുമാരി വന്ന് പോക്കും. ലോക്ക്ഡൌൺ സമയത്ത് മാസ്ക് വെച്ച് വരെ ഞാൻ മാറ്റി, എന്നിട്ട് എന്നെ പിടിച്ചോണ്ട് പോകും. ഈ എക്സസൈസ് എക്സസൈസ്, കസർത്ത്, വ്യായാമം, അതിനെ പറ്റിയൊക്കെ എനിക്ക് നല്ല അഭിപ്രായമാണ്. ആണോ? ഇങ്ങോട്ട് ഇന്റർവ്യൂ അല്ലാതെ എന്നാ ഇവിടെ വന്ന് ചേരുന്നെന്നാ? അല്ല, ഞാൻ ചേരാം. അതിനു മുമ്പ് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാന്ന് ഓർത്താണ്. മാഷ, പിന്നെ ഈ ജിംനേഷ്യം നടത്തിയ ലാഭമുണ്ടോ? ഈ ജിംനേഷ്യം നടത്തിയ കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ടോ? ലാഭം ഉണ്ടോന്നോ? എന്റെ പൊന്ന്, ഇതെന്ത് ലാഭമാണെന്നറിയോ? വൈകുന്നേരം നോക്കുമ്പോ നമ്മുടെ പെട്ടി നിറച്ചു പൈസയാണ്. ഭയങ്കര പൈസ. അപ്പൊ അടിപൊളിയാ. അടിപൊളി. എനിക്ക് ചെറുതായിട്ടൊരു ജിംനേഷ്യം തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. തുടങ്ങണം. ചെറുപ്പക്കാർ പിള്ളേരായ ജിംനേഷ്യത്തിൽ പോകണം. ജിംനേഷ്യം സ്വന്തമായിട്ട് തുടങ്ങണം. എവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് തുടങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് ശരി. നീ എന്റെ കഞ്ഞിക്കകത്ത് മണ്ണ് വാരിയിടാൻ വന്നതാ പട്ടി. കഞ്ഞിക്കകത്ത് പാറ്റിടാമെന്ന് ഇത് പിടിച്ച വെറുതെ വിടൂല. എന്റെ അമ്മ, എല്ലാ പണിയാണ് എന്തിനീ വഴിയാത്ത പണിക്ക്? അത് എന്തിനാ എന്റെ കയ്യിലേക്ക് വന്നത്? എന്തിനാ എന്റെ കയ്യിലേക്ക് വന്നത്? സോറി അച്ഛൻ. ആശാന്താണോ പറഞ്ഞത്? അല്ല, അപ്പൊ ഒരു കാര്യം, നിനക്ക് ശിക്ഷയുണ്ട്. മാസ്റ്റർ, ഓർമ്മയുണ്ടോ? ഓർമ്മ. പിന്നെ ആശാൻ ഒരുപാട് നാളായാലും കണ്ടിട്ട് കാണാനായിട്ട്. നമസ്കാരം. ജോമൻ, സുഖാണോ? സുഖാണ്. ക്ലാര വന്നിട്ടുണ്ട്. കാര വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ. നല്ല ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കാര കീറിക്കളയും. ക്ലാരയൊന്നല്ല, ക്ലാര. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചേക്കുക. ഹലോ ക്ലാര, ഐ ആം ജോമോൻ. ഇവിടുത്തെ ഫിസിഷ്യൻ ട്രെയിനീസ് ഓഫ് ദ കണക്ഷൻ ആണ്. കൈ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ കൈ പിടിക്കണ്ട. ഓക്കെ.
ഇവനൊന്നും വേറെ പണിയില്ല. പെണ്ണുങ്ങളെ കണ്ട ഇതാ പരിപാടി, തേപ്പ് തേപ്പ്. തേപ്പിട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം. അതെന്നാ കഥയെന്നറിയാം. ഞാൻ കല്യാണം കഴിക്കാൻ പെണ്ണിനോട് അവക്ക് ഫ്രഞ്ച് കിസ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് നടക്കൂലെന്ന്. ഫ്രഞ്ച് കിസ് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ആ, അതെന്താ? ഞാൻ എനിക്ക് ഇത്രക്ക് വയറുണ്ടായിരുന്നു നേരത്തെ. ഇവിടെ ഒന്ന് എക്സർസൈസ് അല്ലേ കുറഞ്ഞത്. ഇപ്പൊ ഫ്രഞ്ച് കിസ് അടിക്കാൻ എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നടക്കൂലെന്ന്. അല്ല ചേട്ടാ, വയറ്റിലല്ലല്ലോ ഫ്രഞ്ച് കിസ് കൊടുക്കുന്നത്, നമ്മള് ലിപ്പിലല്ലേ ഫ്രഞ്ച് കിസ് കൊടുക്കുന്നത്. അതെന്താണെന്നറിയാമോ? നമുക്ക് ഇത്രയും വയറുണ്ടല്ലോ. അപ്പൊ ഫീമെയിലിന് അവിടെ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റൂല. അയ്യോ ചോമാനെ എന്താ ചോമാനെ കാണിച്ച? അല്ല, ഞാൻ ഈ വയർ കുറഞ്ഞ കാര്യം മറന്നുപോയി. അതൊക്കെ ഇപ്പൊ കറക്റ്റായിട്ട് കൊടുത്തല്ലോ. നീ കള്ളത്തരം പറയില്ല. വയറ് കുറഞ്ഞിട്ട് ആ കാമുകിയെ തേക്കാനുള്ള പരിപാടിയായിരുന്നു. അല്ലെ അവരെങ്കിലും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ കറക്റ്റായിട്ട് മുമ്പ് വെച്ചല്ലോ നീ. അത് നീ ചെയ്തത് തെറ്റ്. ഫ്രഞ്ച് ദിവസം നെറ്റിക്കാന്ന് കൊടുക്കുന്നത് ചുണ്ടത്തല്ലി കൊടുക്കട്ടെ. ഇവരൊക്കെ ആരാ എന്റെ പെണ്ണിന്റെ കയ്യിലാണോ കയറി പിടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് പോടാ. അല്ല, ഇപ്പൊ അവൾ എന്നെ കണ്ട ഏതായാലും ഒന്ന് മോഹിക്കും. ആ നന്നായിരിക്കും. കുളിച്ച കഞ്ഞിക്കകത്ത് വളിച്ച സാമ്പാർ ഒഴിച്ച പോലെ ഇരിക്കും. അയ്യോ, അത് ആർക്കും കൊടുക്കല്ലേ, ഞാൻ എടുത്ത് കഴിച്ചോളാം. എന്നത്? അല്ല, ഇപ്പം വളിച്ച കഞ്ഞിയും പുളിച്ച മോരും പറഞ്ഞില്ലേ, അത് വെച്ചിരുന്നാ മതി, ഞാൻ കഴിച്ചോളാം. വേസ്റ്റ് ആക്കണ്ട. ഉപമ പറഞ്ഞതാണ്. ഉപ്പാവും ഉണ്ടായിരുന്ന ഞാൻ കഴിച്ചോളാം. ഇതാരാ? ഇതെന്റെ അമ്മാവനാ. അമ്മാനോ? ഞാൻ അന്ന് വരുന്ന സമയത്ത് ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, പുള്ളി മിസ്റ്റർ പൂനെയായിരുന്നു. പൂന? ആ 1996 മിസ്റ്റർ പൂനെയായിരുന്നു. മാമനെന്താ ജോലി? ഇപ്പൊ ശംഖുമുഖത്ത് പാനിപ്പൂരിയുടെ കച്ചവടം. മാത്രമല്ല, പണ്ട് ഞാൻ ബോംബെയിലായിരുന്നു. റെഡ് സ്ട്രീറ്റിലാണോ? അതല്ല, ഒരു വർഷം മിസ്റ്റർ ബോംബെ ആയിരുന്നു. ആണല്ലേ? തിരിച്ചു പോരാൻ പൈസ ഇല്ലാത്തോണ്ടാണ് അവിടെ ബോംബെ മിഠായിയുടെ പരിപാടിയാണ്. അതേക്ക് പോകുന്നില്ലേ? അപ്പൊ ബോംബെ പോയായിരുന്നല്ലോ. ഇല്ല, പോകാൻ പറ്റില്ലല്ലോ. അതിനാ? അപ്പൊ ഞാൻ കോമയിലായി പോയില്ലേ. പിന്നെ നീ അല്ലേ എനിക്ക് എല്ലാ എക്സസൈസും ചെയ്ത് ഈ പരിവാക്കി തന്നത്. വയറിന് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. 50 പൊറോട്ട, 40 ചപ്പാത്തി, മറ്റേ കിഴങ്ങ് സ്റ്റൂ, 25 മുട്ട ഉണ്ടല്ലേ? എന്നാ പിന്നെ അകത്ത് പോയി റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുത്തിട്ട് വരാം. എപ്പോഴും ഈ എക്സസൈസ് വേണം. അല്ല മാസ്റ്റർ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? റെസ്റ്റ് എടുക്കാനോ? ജിമ്മിൽ റെസ്റ്റ് ഉണ്ടോ? അപ്പൊ ഇവിടെ എക്സസൈസ് ഒന്നും ഇല്ലേ? അന്യായ ഭാരം തൂക്കി വരുവല്ലേ, അപ്പൊ റെസ്റ്റ് എടുക്കണ്ടേ? അല്ല, ഞങ്ങൾ വന്നതേ ഈ എക്സർസൈസ് എല്ലാം ഇവർക്ക് ഒരു ചെറിയ സംശയം. ഇവിടെ എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടോന്ന്. ഇവിടെ അച്ഛൻ പറയുക 200 പുഷപ്പ് അടിക്കുന്ന ആൾക്ക് മാത്രമേ ഇവിടെ അച്ഛൻ ഇവിടെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. എക്സർസൈസ് ചെയ്യുന്നുണ്ടോന്നൊരു ചോദ്യം. നമ്മൾ ഫ്രണ്ട് നമ്മൾ എന്തോരം എക്സർസൈസ് ഇവിടെ ചെയ്തിരിക്കുന്നു. അവളെ നേരിട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇവിടെ വെറൈറ്റി എക്സസൈസ് ആണ് ചെയ്യുന്നത്. നമ്മൾ മ്യൂസിക് ഇട്ടിട്ടാണ്. കാലിന്റെ എക്സസൈസ് ഒന്ന് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കാം. എക്സർസൈസോ? കാലിന്റെ എക്സസൈസ് തെറാപ്പിയാണ്. ഒരു മാസമായിട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. എന്നാ സാരമില്ല, ചെയ്തോളൂ. അതൊക്കെ എന്തെല്ലാം രസാന്നറിയാവോ ഇവിടെ. ഇങ്ങനെ ഇട്ട് കാണിച്ചപ്പോ ഞാൻ അടുത്ത് കണ്ണ് തെറിച്ചു പോയെന്ന്. അത് പിറകിലെയാ. ആണോ? പിറകിലെ ചെയ്യുന്നത്. പെടഞ്ഞീട് സാധനം. പിന്നെ ഈ നടുവിന്റെ ഉണ്ട്, നട്ടക്കണ്ണീന്റെ. ഹിപ്പിനുണ്ടല്ലേ? സിബിന്റെ ഇവിടെ ഇല്ല. സിബിന്റെ വല്ല തയ്യൽ കടയിലേക്ക്. സിപ്പല്ല മാസ്റ്ററേ, ഹിപ്പ്. ഓ, എക്സ്പാൻഡിങ്. അതിനുണ്ട് അതിനുണ്ട്, അതൊന്ന് കാണിച്ചു കൊടുത്തേ. അതല്ലേ? ഓക്കേ, മ്യൂസിക്. സ്വാമി നാണോ ഇല്ലാതെ അങ്ങ് ചെയ്തോ. ചെയ്യിക്കാൻ ആശാനും ചെയ്യാൻ ഞങ്ങളും. അപ്പൊ ഞങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അച്ഛന് സ്ട്രിക്റ്റ് ആണ്. 200 പുഷപ്പ് ഒറ്റ ശ്വാസത്തിൽ അടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ ആ പറഞ്ഞേക്കുന്നത്. അതെ അതെ, ആരോഗ്യ കാര്യത്തിൽ എന്റെ അച്ഛന് ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. ആണല്ലേ? ഇവൻ 200 അല്ലല്ലോ, 300 മില്ലി വരെ അടിക്കുമോ? വൈകുന്നേരം ഞാനാണ് ഈ ജിമ്മിൽ ഏറ്റവും കൂടുതൽ പുഷപ്പ് പഠിപ്പിക്കുന്നത്. ഞാൻ 50 കൂടുതൽ അടിക്കുമ്പോൾ തന്നെ അടയ്ക്കും. 18 നടക്കുമ്പോൾ ഇവൻ അണയ്ക്കും. അല്ല, ഞാൻ പറയട്ടെ, ഇവനെ സത്യം പറഞ്ഞ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ. ഇവൻ ഇങ്ങനെ കൈയും കുത്തിന്ന് പുഷപ്പ് പിടിക്കാൻ കൈ കിടന്ന് വിറയ്ക്കും. ഞാൻ പറയണ ആശാൻ പറയട്ടെ. നീ ഷൈൻ ചെയ്യില്ലേ? നീ ഷൈൻ ചെയ്യില്ലേ? കാണി, നീ 2 അടി. കാണിച്ചു റെഡി. അടിയാ ഉണ്ടോ? എന്നേക്കടാ ഇറക്കാം. 2 3 ഇതോടൊപ്പം ഉണ്ടോ മാക്കാച്ചി പിടിക്കാൻ? വെള്ളം അയ്യോ, വെള്ളം. ആ താക്കോലുണ്ട്. താക്കോലില്ലേ? ഫ്രണ്ടി എഴുതിട്ടാ. ഒന്നുമില്ല, എഴുതിട്ട് എന്നതാ നീ കാണിക്കുന്നത്? പേത്തരം കാണിക്കണം. പുഷപ്പ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ പുഷപ്പ് ചെയ്യണേ? പുഷപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ, നിസ്സാര സംഭവമേ ഉള്ളൂ.
ഇതുണ്ടോ? ഇതാണ് പുഷപ്പ്. കണ്ടോ ഇങ്ങനെ അടിക്കാവുന്നേ ഉള്ളൂ നമുക്ക്. കണ്ടോ ഇതിനറിയില്ല. റെഡി കണ്ടോന്ന് ക്ലാര ഏ? ക്ലാര ഞാൻ പറയുന്ന കേൾക്കൂ. ആ മനുഷ്യൻ പുഷപ്പ് എടുക്കുന്ന കണ്ടോ? അത് കണ്ടു ഞാൻ. എന്നോട് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? അല്ല ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ. ഒരു പുഷപ്പെങ്കിലും നേരെ എടുത്തോ നിങ്ങള്? അല്ല, എടുത്തോ? എനിക്കത് ഭയ- എനിക്കൊന്നും കേക്കണ്ട. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിക്കില്ല. ക്ലാര പോരുത്, ക്ലാര പോരുത്. വഴിമാറ് ഫ്രെഡി. ക്ലാര. ഫ്രെഡി വഴിമാറ്. ക്ലാര പോരുത്. ആരെ വോട്ടെന്നോ? ആശാനെ, എനിക്ക് ഞാൻ ക്ലാര 7 വർഷമായിട്ട് സ്നേഹിക്കുക. ക്ലാര ഇല്ല ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്റെ അമ്മയാണ് ക്ലാര, എന്റെ പെങ്ങളാണ് ക്ലാര, എന്റെ എല്ലാമാണ് എന്റെ ക്ലാര. അമ്മയും പെങ്ങളും തിരിച്ചറിയാനാണോ കല്യാണം കഴിക്കാതെ? അപ്പൊ അന്ന് ഞാനൊരു ഡയലോഗ് പറഞ്ഞതാ. ഏതായാലും അവിടെ അച്ഛൻ 200 പുഷപ്പ് പഠിപ്പിക്കാനല്ലേ വേണ്ടത്. നിനക്കത് അറിയില്ല, നീ അടുത്ത് പ്രാക്ടീസ് ചെയ്യ ഇവിടെ കിടന്ന്. ഇടക്കാലം കൊണ്ട് നിർത്തിയതാ പറ്റി. പ്രശ്നം തോന്നുന്നു. ചീറ്റിപ്പോയി. ആശാനെ, ഞാൻ 7 വർഷം പ്രണയിച്ച എന്റെ പ്രിയ പ്രണയനി പിണങ്ങിപ്പോയി. എനിക്കൊരു 200 പുഷപ്പ് ഒറ്റയടിക്ക് അടിക്കാൻ പഠിപ്പിച്ചതാ. ശ്ശേ, നീ ഒരു ആണോടാ? ആണ്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ആരോഗ്യം വേണം, നല്ല വ്യായാമം ചെയ്യണം, ദൃഢഗാത്രനായിരിക്കണം, എന്നല്ലേ ഒരു പെണ്ണ് സ്നേഹിക്കുള്ളൂ. അതെ. അല്ലെങ്കിൽ ആദ്യഘാതത്തിൽ നീ പെട്ടുപോകൂലേ? പിന്നെ അതൊന്ന് പഠിപ്പിച്ചതാ. ആ വേണമെങ്കിൽ ഒന്നുകൂടെ എക്സസൈസ് കാണിച്ചു തരാം. പുഷപ്പ സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോടാം, മിസ്റ്റർ പൂനെ ആയിരുന്നേ പണ്ടേ. കണ്ടോടാ കേട്ടാ. എന്നെ ഭൂമിദേവി ഉമ്മ വെക്കും. ആ കമ്പിയും എടുത്ത് ഒന്നും പിടിച്ചേൽപ്പിക്കാൻ പറ്റുമെങ്കിലേ. ഇല്ല നടക്കണ കേസ്. അല്ല മോനെ, ഒന്നും ചെയ്യില്ല ചെയ്യില്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളിവിടെ തെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഹേലോ ഹേലേലോ ഹേലോ ഹേലേലോ ഹേലോ ഹേലേലോ. ഉരുട്ടി ഹൈവേയിലേക്ക് വിടരുത്. കാട്ടുപന്നിയാന്നും പറഞ്ഞ് വണ്ടി വിടുവാ. ഞാൻ റെസ്റ്റ് എടുത്തോളാം, അപ്പുറത്ത് റെസ്റ്റ് എടുത്തോളാം. എന്റെ പൊന്നെ. ആഹാ. എടാ ദേ, നീ പ്രേമിച്ച പെണ്ണില്ലേ, അവള് വേറെ ആരാണ്ടേ വളച്ചോണ്ട് വന്നണ്ടാ നിന്നെ കാണിക്കാൻ വേണ്ടിട്ട്. എടീ വഞ്ചകി, ആ. അവളേക്ക് വരട്ടെ, ഇവിടെ ശവം വീഴുന്നു. ഉടക്കണിന്ന് ഒരു ചൂരിയാന്നോ? എടീ വഞ്ചകി, 200 പുഷപ്പ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നീ വേറെ ലൈൻ വലിച്ചല്ലേടി. ആ പന്ന എന്ത് പണിയാ കാണിച്ചത് ഫ്രെഡി? നീ ചതിച്ചടി, നീ ചതിച്ചി. ഞാനാണോ ചതിച്ചത്? നീ അല്ലേ ചതിച്ചത്? എന്നോട് ഇത്രയും നുണ പറഞ്ഞ നീയാ ചതിച്ചത് തന്നെ. ഞാൻ ചതിച്ചു. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു വിധത്തിലാ ഞാൻ എന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി എന്റെ അച്ഛനോട് ഞാൻ എന്ത് പറയും? അച്ഛനാണോ? ആ. അച്ഛനാണ്. ഇനി ഒന്ന് വിളിക്കണേ ഒന്ന്. അച്ഛൻ എഴുന്നേക്കണല്ലോ. അല്ല അച്ഛന് വീട്ടിൽ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അയ്യോ ഇല്ല, വീട്ടിൽ ഡയറ്റ് ചെയ്ത് ചുമ്മാ ഇരിക്കുവായിരുന്നു എന്റെ അച്ഛൻ. അയ്യോ അച്ഛ, എണീക്ക് അച്ഛാ. ഒരു കാര്യം ചെയ്യാം, അച്ഛനെ നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് എടുക്കാം. ഈ വെയിറ്റിംഗ് ലിഫ്റ്റിന്റെ കമ്പിയായിട്ട് ഉപയോഗിക്കാം.